എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അങ്ങനെ ഫെബ്രുവരി 10 ഇന്നലത്തോടു കൂടി റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. 1,12,00,000 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്ന ഗ്രൂപ്പ് ഡി എക്സാം. നിങ്ങളെല്ലാം എക്സാം എഴുതി, നന്നായിട്ട് എക്സാം എഴുതി. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ്. ഒന്ന്, ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുമോ? എത്രയായിരിക്കും കട്ട് ഓഫ് വരുന്നത്? അടുത്ത സ്റ്റേജ് എന്താണ്? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെ എന്ന് എനിക്ക് മെസ്സേജ് വരും. അങ്ങനെയൊക്കെ നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്: എത്രയാണ് കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത്? നമുക്കൊന്ന് അനലൈസ് ചെയ്താലും. ഫസ്റ്റ്, റെയിൽവേ NTPC എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, റെയിൽവേ NTPC ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമായിരുന്നു. ഗ്രൂപ്പ് ഡി എക്സാം പഠിച്ചതെല്ലാം വന്നു. പ്രത്യേകിച്ച് ആദ്യം എക്സാം എഴുതിയ ആൾക്കാരെല്ലാം തന്നെ, അതായത് ജനുവരി വരെയൊക്കെ എക്സാം എഴുതിയ ആൾക്കാരൊക്കെ അവരൊക്കെ വലിയ പാടൊന്നും വന്നിട്ടില്ല. പക്ഷെ ഫെബ്രുവരിയിലൊക്കെ അപ്പൊ എക്സാം നന്നായിട്ട് കടുത്തായിരുന്നു. പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് നല്ല ക്വസ്റ്റ്യൻസ് വന്നു, സയൻസിൽ നിന്നൊക്കെ അടിപൊളി ക്വസ്റ്റ്യൻസ് വന്നു. പക്ഷെ ജനുവരി വരെ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അവസാനം ഇച്ചിരി ടഫ് ആയിരുന്നു കേട്ടോ. എന്നാലും ഒരു NTPC എക്സാമുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഡി എളുപ്പമായിരുന്നു. കാര്യം ഒരു 70+ ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമുക്ക് ഓരോ ദിവസവും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നവംബർ 27 സ്റ്റാർട്ട് ചെയ്യാം. നവംബർ 27 മുതൽ ജനുവരി 16 വരെയാണ് ഫസ്റ്റ് ഫേസ് എക്സാം വന്നത്. പിന്നീട് ഡേറ്റ് മാറ്റി ഫെബ്രുവരി 10 വരെ ആക്കിയായിരുന്നു. അപ്പൊ ഈ നവംബർ 27 നോക്കുകയാണെങ്കിൽ എക്സാം ഫസ്റ്റ് ദിവസം എക്സാം ഭയങ്കര എളുപ്പമൊന്നും പറയാൻ പറ്റത്തില്ല, മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആയിരുന്നു. ഒരു 63 മുതൽ 67 മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആണ്. അത്രയൊക്കെ ആയിരിക്കും ഒരു പ്രഡിക്റ്റഡ് കട്ട് ഓഫ് വരാനായിട്ട് ചാൻസ് ഉള്ളത്. കാര്യം ഫസ്റ്റ് ഫേസ് ആ ഒരു കൺഫ്യൂഷൻ, ഏത് ടോപ്പിക് ആണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് അവർക്ക് അഡ്വാൻറ്റേജ് ഒന്നും കിട്ടത്തില്ല. അപ്പൊ അവർക്ക് നോർമലൈസേഷൻ ഒക്കെ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നവംബർ 28 ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. ഒരു 68 മുതൽ 72 വരെയൊക്കെ നമുക്ക് ഒരു ഗുഡ് അറ്റംപ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയൊക്കെ നിങ്ങൾ ചെയ്ത് കാണാം. അത് കഴിഞ്ഞ് ഡിസംബർ 1 നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് എക്സാം ആണ് വന്നത്. വലിയ പാടൊന്നും പറയാൻ പറ്റത്തില്ല, വലിയ എളുപ്പമൊന്നും പറയാൻ പറ്റത്തില്ല. ഷിഫ്റ്റ് 1 ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ബാക്കി ഷിഫ്റ്റുകൾ വന്നിട്ട് ഒരു മോഡറേറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് മൊത്തം വന്നത്. ഡിസംബർ 2 ആണെങ്കിൽ ആ സെയിം ട്രെൻഡ് തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. ഒരു 66 മുതൽ 71 ഒക്കെ ഗുഡ് അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ ഡിസംബർ 3 ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ നെക്സ്റ്റ് ഡിസംബർ 4 ഒരു മിക്സഡ് അഭിപ്രായമായിരുന്നു. എക്സാം പാടുമല്ല എളുപ്പമല്ല. ഒരു 66 മുതൽ 71 ആ റേഞ്ചിക്കാണ് ഒരു ഗുഡ് അറ്റംപ്റ്റ് വരുന്നത്. ഡിസംബർ 3 ആണെങ്കിൽ 64 മുതൽ 69 വരെയൊക്കെ നമുക്ക് ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് ഡിസംബർ 5 നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് അഭിപ്രായമാണ് വന്നത്. ഷിഫ്റ്റ് 1 മോഡറേറ്റ് ആയിരുന്നു, ബാക്കി ഷിഫ്റ്റുകൾ എളുപ്പമായിരുന്നു. ഒരു 66 മുതൽ 72 ഒക്കെ നമുക്കൊരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാം. ആ റേഞ്ചൊക്കെ ആയിരിക്കും ഒരു കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. അത് കഴിഞ്ഞ് ഡിസംബർ 8 പോകുമ്പോൾ ഒരു മോഡറേറ്റ് ആണ്. ഡിസംബർ 8, ഡിസംബർ 9, ഡിസംബർ 10, ഡിസംബർ 11, ഡിസംബർ 12, ഡിസംബർ 13 ഇതൊക്കെ ഏതാണ്ട് ഒരേ നിലവാരത്തിലാണ് ക്വസ്റ്റ്യൻസ് വന്നത്. വലിയ പാടുമല്ല, വലിയ എളുപ്പമല്ല. ആ ദിവസങ്ങൾ മാത്രമല്ല, ഡിസംബർ 15, ഡിസംബർ 16, 17, 19, 21, 22, 23, 24, 26 ആ ദിവസങ്ങളെല്ലാം തന്നെ ഒരു മിക്സഡ് അഭിപ്രായമാണ് വന്നത്. ഓക്കെ, വലിയ പാടുമല്ല, വലിയ എളുപ്പമില്ല. അതിനകത്ത് മാത്സ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, റീസണിങ് നല്ല എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സ് നല്ല ക്വസ്റ്റ്യൻസ് വന്നു. എന്നാലും ഒരു 67 മുതൽ 72 വരെയൊക്കെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും. ആ റേഞ്ച് ഒക്കെ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ സേഫ് ആണെന്ന് നമുക്ക് പറയാം, ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഡിസംബർ 24 ശേഷം നോക്കുകയാണെങ്കിൽ സയൻസ് 24 നമുക്ക് ഓരോ ഡേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഡിസംബർ 24 സയൻസ് ആണെങ്കിൽ ഒരു 16 മുതൽ 22 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. അത് കഴിഞ്ഞ് ജനറൽ അവയർനെസ് നോക്കുകയാണെങ്കിൽ 8 മുതൽ 12 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. മാത്സ് നോക്കുകയാണെങ്കിൽ 11 മുതൽ 19 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. റീസണിങ് 18 മുതൽ 24 വരെ ഒരു ഗുഡ് അറ്റംപ്റ്റ് ആണ്. അതിനുശേഷം ഡിസംബർ 26 നോക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് 14 മുതൽ 20 വരെ ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയാം. ജി ആണെങ്കിൽ 9 മുതൽ 12 വരെയാണ്. മാത്സ് 17 മുതൽ 22 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. റീസണിങ് 20 മുതൽ 27 വരെ ഒരാൾക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം ഡിസംബർ 29 നോക്കുകയാണെങ്കിൽ സയൻസ് 15 മുതൽ 20 വരെ ഒരു ഗുഡ് അറ്റംപ്റ്റ് ആണ്. അത് കഴിഞ്ഞ് GK നോക്കുകയാണെങ്കിൽ 12 മുതൽ 15 വരെ ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയാം. മാത്സ് നോക്കുകയാണെങ്കിൽ 17 മുതൽ 22 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. റീസണിങ് 25 മുതൽ 27 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. ഈ പരീക്ഷകൾ മൊത്തം നോക്കുകയാണെങ്കിൽ റീസണിങ് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല, പഠിച്ചതൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത 30 ഡിസംബറിലേക്ക് പോകുമ്പോൾ സയൻസ് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. 18 മുതൽ 22 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. ദെൻ GK ആണെങ്കിൽ 10 മുതൽ 13 വരെ ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയാം. മാത്സ് 15 മുതൽ 19 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. റീസണിങ് 22 മുതൽ 25 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. അടുത്ത ജനുവരി 8 നോക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് 16 മുതൽ 19 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. GK ആണെങ്കിൽ 8 മുതൽ 11 വരെ. അന്ന് കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം വന്നത്. 8 മുതൽ 11 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. മാത്സ് 12 മുതൽ 17 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. റീസണിങ് 25 മുതൽ 27 വരെയൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത 9 ജനുവരി നോക്കുകയാണെങ്കിൽ സയൻസ് 18 മുതൽ 19 വരെ ഗുഡ് അറ്റംപ്റ്റ്. ജനറൽ അവയർനെസ് ആണെങ്കിൽ
നോക്കുകയാണെങ്കിൽ 15 മുതൽ 17 വരെ ഗുഡ് അറ്റംപ്റ്റ്, കാര്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ മാത്സ് 18 മുതൽ 20 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. റീസണിങ് 27, 28 ഒക്കെ നമുക്ക് ഗുഡ് അറ്റംപ്റ്റ് ആണ്. അപ്പൊ റീസണിങ് നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഇത്രയും ദിവസങ്ങളിൽ വലുതായിട്ട് കടുപ്പിച്ചിട്ടില്ല. ആകെപ്പാടെ കടുപ്പിച്ച ഒരു ദിവസം ഡിസംബർ 24 ചെറുതായിട്ടൊന്ന് പാടാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇനി 2 ഫെബ്രുവരി നോക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് 18 മുതൽ 20 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. ജനറൽ അവയർനെസ് ആണെങ്കിൽ 14 മുതൽ 16 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. മാത്സ് 15 മുതൽ 17 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. റീസണിങ് 25 മുതൽ 27 വരെ ഒരു ഗുഡ് സ്കോർ എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ 3 ഫെബ്രുവരി നോക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് 20 മുതൽ 22 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. ജനറൽ അവയർനെസ് ആണെങ്കിൽ 13 മുതൽ 15 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. മാത്സ് 21 മുതൽ 23 വരെ ഓക്കെയാണ്. റീസണിങ് 26 മുതൽ 28 വരെയൊക്കെ ഓക്കെയാണ്. ഇനി ഫെബ്രുവരി 4 നോക്കുകയാണെങ്കിൽ സയൻസ് 11 മുതൽ 13 വരെ ഗുഡ് അറ്റംപ്റ്റ് ആണ്. ദെൻ മാത്സ് ആണെങ്കിൽ ജനറൽ അവയർനെസ് ആണെങ്കിൽ 10 മുതൽ 12 വരെ നല്ല അറ്റംപ്റ്റ് ആണ്. മാത്സ് 13 മുതൽ 15 വരെയും റീസണിങ് 20 മുതൽ 22 വരെയും. അതായത് ഫെബ്രുവരി 4 നല്ല പാടുള്ള ഒരു ദിവസമായിരുന്നു. എല്ലാ ഷിഫ്റ്റും നമുക്ക് ഏതാണ്ട് ഒരേപോലെ പാടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഫെബ്രുവരി 4. എക്സാം നല്ല ടഫ് ആയിരുന്നു. ഇനി ഫെബ്രുവരി 5 പോകുമ്പോൾ സയൻസ് 16, 18 ആണ്. ജനറൽ അവയർനെസ് ആണെങ്കിൽ 12, 15, മാത്സ് 18, 20, റീസണിങ് 26, 28 ഗുഡ് അറ്റംപ്റ്റ് ആണ്. അടുത്ത ഫെബ്രുവരി 6 നോക്കുകയാണെങ്കിൽ സയൻസ് 10, 12, ജനറൽ അവയർനെസ് ആണെങ്കിൽ 14, 16, മാത്സ് 20, 22, റീസണിങ് 24, 27. സോ 6 ഫെബ്രുവരിക്ക് എന്ത് സംഭവിച്ചു? സയൻസ് കടുപ്പിച്ചായിരുന്നു. സയൻസ് നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സയൻസ് കയറി വന്നത്. അതിനുശേഷം 6 ഫെബ്രുവരി നോക്കുകയാണെങ്കിൽ സയൻസ് 11, 14 പാടുള്ള മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് മൊത്തം വന്നത്. അത് കഴിഞ്ഞ GK 10, 12, മാത്സ് 13, 15, അത് കഴിഞ്ഞ റീസണിങ് 20, 22 പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൊത്തം വന്നത്. അതേപോലെ ഈ 9, 10 നോക്കുകയാണെങ്കിൽ വലിയ എളുപ്പമായിരുന്നില്ല, ഇച്ചിരി ടഫ് ആയിരുന്നു. നല്ല ക്വസ്റ്റ്യൻസ് ആണ് കയറി വന്നത്. അതായത് ഫെബ്രുവരി ഒരു 5 ശേഷം നോക്കുകയാണെങ്കിൽ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണ് കയറി വന്നത്. അപ്പൊ ആ ഫേസ് ഉള്ളവർക്ക് നോർമലൈസേഷനിൽ നല്ലൊരു ആനുകൂല്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓവറോൾ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം. ഫസ്റ്റ് റീസണിങ് എടുക്കുകയാണ്. റീസണിങ് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് അധികം വലച്ചൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് മൊത്തം കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു 27, 28 നമുക്ക് അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ ഒരു 30 ചെയ്ത ആൾക്കാരുണ്ട്. എന്നാലും ഒരു 26, 30 ആ റേഞ്ചൊക്കെയാണ് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തത്. മാന്യനായ ഒരു വ്യക്തി. ഓക്കെ, അത് കഴിഞ്ഞ് GK നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം വന്നത്. കാര്യം ആദ്യമൊക്കെ ആണെങ്കിൽ കുട്ടികളെ മൊത്തം GK മൊത്തം പഠിച്ചിട്ട് പോയി, പക്ഷെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. 2 or 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പക്ഷെ പിന്നീട് അവർക്ക് പാറ്റേൺ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ കറണ്ട് അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോയി. അപ്പൊ അവർക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ മൊത്തം കിട്ടിയിരിക്കും. അത് കഴിഞ്ഞ മാത്സ് ആണെങ്കിൽ മാത്സ് പാടായിരുന്നു, എളുപ്പമൊന്നും ആയിരുന്നില്ല. മാത്സ് ഇച്ചിരി ടഫ് ആയിരുന്നു. അത് കഴിഞ്ഞ സയൻസ് നോക്കുകയാണെങ്കിൽ സയൻസ് ഈസി ടു മോഡറേറ്റ് നമുക്ക് പറയാം. ഒരു വലിയ പാടുമല്ല, വലിയ എളുപ്പമല്ല. അത്യാവശ്യം ഒരു കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ട് പോയ ഒരു കുട്ടിയാണെങ്കിൽ ഒരു 17, 20 ആ റേഞ്ചിലൊക്കെ അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത കട്ട് ഓഫ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? മക്കളെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ UR ആണെങ്കിൽ ഒരു 70 മുതൽ 75 വരെയൊക്കെ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. 70 to 75 അതൊരു ഭയങ്കര ഒരു കൂടിയ സ്കോർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു LGS പരീക്ഷയ്ക്ക് പോലും ഇതിനേക്കാളും കൂടുതൽ കട്ട് ഓഫ് ഉണ്ട്. സോ 70, 75 ആ റേഞ്ച് ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. അത് കഴിഞ്ഞ് OBC ആണെങ്കിൽ ഒരു 66 മുതൽ 71 വരെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. EWS ആണെങ്കിൽ 56 മുതൽ 65 വരെ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. SC ആണെങ്കിൽ 56 മുതൽ 65 വരെ. SC ആണെങ്കിൽ ഒരു 50 മുതൽ 60 വരെയൊക്കെ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയായിരുന്നു? 2019 വന്ന നോട്ടിഫിക്കേഷന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു? നോക്കിയേ, ചെന്നൈ നോക്കുകയാണെങ്കിൽ ചെന്നൈയുടെ കട്ട് ഓഫ് വരുന്നത് ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ നോർമലൈസേഷന് ശേഷം 60.95 മാർക്കാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. 60.95. SC ആണെങ്കിൽ 49.89, SC ആണെങ്കിൽ 43.58, OBC ആണെങ്കിൽ 55.65, EWS ആണെങ്കിൽ 40 ആണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള പരീക്ഷയ്ക്കും ഇത് തന്നെ ആയിരിക്കുമെന്നും ആരും പ്രതീക്ഷിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചത്? നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കോവിഡ് ഒക്കെ കയറി അങ്ങ് വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാം നടക്കുമോ നടക്കത്തില്ല, ഒരുപാട് അൺസർട്ടനിറ്റീസും ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കട്ട് ഓഫ് അത്യാവശ്യം താഴേക്ക് വന്നു. കാര്യം ഒരുപാട് പേര് പഠിച്ചിട്ടില്ല, ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഒരു കേസൊക്കെ ഉണ്ടെങ്കിലും പിള്ളേർക്ക് അറിയാം എക്സാം നടക്കും. മാത്രമല്ല NDPC എഴുതിയ ആൾക്കാർ മൊത്തം ഗ്രൂപ്പ് D എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 70, 75 നമുക്ക് UR നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഇതാണ് മൊത്തത്തിലുള്ള ഒരു അനാലിസിസ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ഇടാം.
എത്രയായിരിക്കും കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സാം അനുഭവം, അതെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പൊ ഇനി ഗ്രൂപ്പ് ഡി ഒരു അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങണം. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ജനുവരി 31 നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പുതിയ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എത്തിയേക്കാണ്. ഇനി പഴയതുപോലെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഒരു അടിപൊളി പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കൂടെ കട്ടയ്ക്ക് നിന്ന് പഠിപ്പിക്കുന്ന ഒരു ടീം, നിങ്ങളുടെ ആ ഒരു ലെവലിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോളാം. അടിപൊളിയായിട്ട് നമുക്ക് നല്ല സമാധാനത്തോടെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും, ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും, ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എല്ലാം സൂപ്പർ നോട്ട്സിലുണ്ട്. അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചോ. അപ്പൊ മക്കളെ, നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.